TP കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശുപാർശ പുറത്തുവന്നതിനെ അഭ്യൂഹമെന്നാണ് സ്പീക്കർ എൻ ഷംസീർ ഇന്നലെ വിശേഷിപ്പിച്ചത്. അത് അഭ്യൂഹമാണെങ്കിൽ KK രമ MLAയുടെ മൊഴിയെടുക്കാൻ പോലീസ് തുനിഞ്ഞത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവ്. TP കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ ഒളിച്ചു കളിക്കുന്നുണ്ടോ? എന്തിനാണ്? സ്വാഗതം സ്പെഷ്യലിസ്റ്റിലേക്ക്. നമ്മുടെ ഒപ്പം അതിഥികളായി ഇടത് നിരീക്ഷകൻ ഡോക്ടർ B. ജയരാജ്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ് നേതാവ്, മാധ്യമപ്രവർത്തകൻ K. ഷാജി എന്നിവർ. ആദ്യം B. ജയരാജിലേക്ക്. ശ്രീ B. ജയരാജ്, ഇവിടെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ് ഈ ഇളവ് നൽകുന്നത്. കാരണം ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ്. ഓക്കെ, അത് ഞങ്ങൾ നൽകില്ല, ഞങ്ങൾ ആ ജയിൽ ഉദ്യോഗസ്ഥർ, ശുപാർശ നൽകിയ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീരുന്നതാണ്. ഇന്നലെ രാത്രി ഈ KK രമയുടെ വീട്ടിലേക്ക് എത്തി മൊഴിയെടുക്കുക, ഫോണിൽ വിളിച്ച് മൊഴിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആഭ്യന്തര വകുപ്പ് അറിയാതെയാണോ? എന്തിനാണ് ഈ ഒളിച്ചുകളി നടത്തുന്നുണ്ടാവുക സർക്കാർ? ഇതിനകത്ത് നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത് ഹൈക്കോടതി വിധിയാണ്. ഹൈക്കോടതി വിധി എന്ന് പറഞ്ഞാൽ 20 വർഷത്തേക്ക് ഇവർക്ക് യാതൊരു രീതിയിലുള്ള ജാമ്യം അനുവദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇവരെ പരോളും അനുവദിക്കാൻ പാടില്ല, ഇവരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്, ഈ റിലിംഗ്വിഷ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ ഒരു നിയമം വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറിയുടെ ഒരു കത്ത് ജയിലിലോട്ട് പോയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നത് ഇവരെ യാതൊരു കാരണവശാലും വിട്ടേക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 2 കത്തുകൾ ഈ കോടതി വിധി ഇത് നിലനിൽക്കെ ഈ ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി നല്ല നടപ്പിന് വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കുന്ന, നല്ല രീതിയിൽ പെരുമാറുന്ന പ്രതികളെ പുറത്തു വിടാനായിട്ട് ഒരു ലിസ്റ്റ് കൊടുക്കണമെന്ന് പറയുന്നു. ആ ലിസ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 59 പേരുടെ ലിസ്റ്റ് കൊടുക്കുന്നു. ഈ 59 പേരുടെ ലിസ്റ്റിനകത്ത് ഈ പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള TP വധക്കേസിലെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്നിലെ പ്രതികളെ, അതായത് കൊടും ക്രിമിനലുകളെന്ന് വിശേഷിപ്പിക്കുന്ന 3 പേരുടെയും പിന്നെ ഒരു 11ാം പ്രതിയായിട്ടുള്ള ട്രൗസർ മനോജിൻ്റെയും പേര് ഇതിനകത്ത് ഉൾപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കണ്ണൂർ പ്രിസൺ ചീഫ് കണ്ണൂർ സിറ്റി പോലീസിന് ഒരു കത്ത് കൊടുക്കുന്നു. ആ കത്തിനകത്ത് പറയുന്നത് ഈ 51 ആളുകളെയും കുറിച്ച് അന്വേഷിച്ചിട്ട് ഇവരുടെ ഇരകളെ കാണുക, ഇരകളെ കണ്ടിട്ട് ഇവരുടെ അഭിപ്രായം സ്വീകരിക്കുക, അതിനുശേഷം സമഗ്രമായൊരു റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ട് വന്നാൽ ഉടൻ തന്നെ അത് മന്ത്രിസഭയ്ക്ക് തിരിച്ചയച്ചു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭാ യോഗ തീരുമാനം അനുസരിച്ച് ഇവർക്ക് പരോൾ അനുവദിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. അവർ തീരുമാനിച്ചാൽ മാത്രം പോരാ, ഇത് റാറ്റിഫൈ ചെയ്യാനായിട്ട് ഗവർണറുടെ അടുത്ത്, ബഹുമാനപ്പെട്ട ഗവർണറുടെ അടുത്ത് ഇത് പോകണം, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുത്ത് പോകണം നിഷ്പക്ഷനായി. എന്നാലൊക്കെ മാത്രമാണ്, ഈ കടമ്പകളെല്ലാം കടന്നാൽ മാത്രമേ ഈ പറയുന്ന അബദ്ധവശാലെന്ന് വേണമെങ്കിൽ പറയാം, അബദ്ധവശാലാണെങ്കിൽ ഈ ലിസ്റ്റിൽ കടന്നുകൂടിയ ആളുകളെ പുറത്തിറക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് KK രമയെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് KK രമ അറിയുന്നത് ഇങ്ങനെ എന്തിനാണ് അന്വേഷിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം കൂടി അതിൻ്റെ അന്വേഷണം നടന്നിരുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ എമർജൻസി ഒരു പ്രമേയം അവതരിപ്പിക്കാനുള്ള ഒരു അവതരണാനുമതി ചോദിക്കുകയും അത് സ്പീക്കർ നിഷേധിക്കുകയും അത് വായിച്ച് കേൾക്കാൻ പോലും അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അതിനുശേഷം നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഇന്ന് വീണ്ടും അത് സബ്മിഷനായിട്ട് ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മേൽനടപടിയെടുത്ത 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു, ഉടനടി സസ്പെൻഡ് ചെയ്തു. കാര്യം അന്വേഷണം നടത്താതെ പെട്ടെന്ന് ഒരു വാർത്ത കേട്ട ഉടനെ അവരെ സസ്പെൻഡ്, അവർക്കുള്ള ഇതിനു മുമ്പ് ഈ ജയിൽ സൂപ്രണ്ട് ഒരു ഇതും കൂടെ ഇറക്കി, പത്രക്കുറിപ്പ് കൂടെ ഇറക്കി. അത് പത്രങ്ങൾക്കെല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു പത്രക്കുറിപ്പാണ്. ആ പത്രക്കുറിപ്പിനകത്ത് ഇങ്ങനെ ഒരു എററാണ് പറ്റിയത്, എങ്ങനെയാണ് ഇത് കടന്നുകൂടിയെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടൊരു സാധനം അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ അന്വേഷണം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പോയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇന്നലെ പറഞ്ഞ വാദം എന്തുകൊണ്ട് ജയിൽ സൂപ്രണ്ടിനെയും മറ്റു ഉദ്യോഗസ്ഥരെയും വീഴ്ച കാണിച്ച 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൂടാ, അവരെ നടപടി എടുത്തുകൂടാന്ന്. ഇന്ന് നിയമസഭ കൂടുന്നതിന് മുമ്പിലേ തന്നെ അതിൻ്റെ നടപടി എടുക്കേണ്ടായി. ഇതിനൊക്കെ ഒരു സാവകാശം വേണമല്ലോ. ഇന്നലെ തന്നെ ഒരു കൊലപാതകം എന്താണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് നടന്നപ്പോൾ ഇന്നാണ് ആ പ്രതികളെ പിടികൂടിയത്. അതുപോലെ എല്ലാ കേസിനും അതിൻ്റെതായ ഒരു 24 hours അല്ലെങ്കിൽ 48 hours എങ്കിലും ഒരു സമഗ്രമായി അന്വേഷിക്കാതെ നടപടിയെടുക്കാൻ പറ്റില്ല. ജയിൽ സൂപ്രണ്ട് ഒരു അബദ്ധം പറ്റിയാണ് അത് പോയത്. ഓക്കെ, അത് സമ്മതിക്കാം. അതിന് ഇപ്പോൾ അന്വേഷണം നടത്തിയിട്ട് സസ്പെൻഡ് ചെയ്യാവോ? ഇന്ന് രാവിലെയാണ് സസ്പെൻഡ് ചെയ്ത് ഈ സബ്മിഷൻ വരുന്നതിന് മുമ്പ്, അതും സമ്മതിക്കാം. ഈ പോലീസ് ഇവരുടെ മൊഴിയെടുക്കാൻ പോയത് സർക്കാർ അറിയാതെയാണോ? അത് ഇത്രയും വിവാദം, അതായത് ജൂൺ ആദ്യവാരം മുതൽ നടക്കുന്ന ഈ വിവാദം പോലീസുകാരെ അറിയുന്നേ ഇല്ല. അതിൽ എന്താണ് മൊഴിയെടുക്കണമെന്ന് പോലീസ് തീരുമാനിക്കുകയാണെങ്കിൽ എന്ത് പോലീസാണ് കേരളത്തിൽ? അല്ല, ഇത് സിറ്റി പോലീസ് കമ്മീഷണർ കൊടുത്തതാണ്, അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് ഓർഡർ കൊടുത്തതാണ്. അപ്പോൾ പോലീസുകാർ ഇത് അന്വേഷിച്ചു. ഇപ്പം ഇതിനകത്ത് ട്രൗസർ മനോജിൻ്റെ കാര്യമാണ് ഇന്നലെ വിളിച്ച് അന്വേഷിച്ചത്. ഇന്നലെ ഇത് നിയമസഭയിൽ ഉന്നയിക്കുന്നതും KK രമ പറയുന്നത് വരെ
ഇതിനകത്ത് ട്രൗസർ മനോജ് ഈ ലിസ്റ്റിനകത്തുണ്ടെന്ന് നമുക്കറിയില്ല, നമ്മളാരും ഈ ലിസ്റ്റ് കണ്ടിട്ടില്ല. ഈ ലിസ്റ്റിനകത്ത് ട്രൗസർ മനോജും കൂടെ ഉണ്ട്. ട്രൗസർ മനോജിനെ കെ രമയെ ഫോണിൽ വിളിച്ച് ചോദിച്ചെന്നാണ് പറഞ്ഞാൽ, അല്ല വീട്ടിൽ പോയി തെളിവെടുത്തെന്നല്ല, ഫോണിൽ വിളിച്ച് ട്രൗസർ മനോജിൻ്റെ കാര്യം അന്വേഷിച്ചെന്ന് കെ രമ പറയുന്നു. അതിൻ്റെ വാസ്തവം എന്തായാലും ആ വിധവ എന്നുള്ള രീതിയിൽ അവർ പറയുന്നത് അവരനുഭവിച്ച മാനസിക വേദനയൊക്കെ അനുസരിച്ച് അത് ചിലപ്പോൾ ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്. അതിനെയൊന്നും ഞാൻ എതിർക്കുന്നില്ല. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഉത്തരവിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തില്ലേ, ഇവരെ സസ്പെൻഡ് ചെയ്തു, നടപടിയെടുത്തു, മേൽ നടപടി താഴേക്ക് ചെല്ലുമ്പോൾ. അതായത് ഡോക്ടർ ബി ജയരാജ്, കേരളം മുഴുവൻ അറിയപ്പെടുന്ന കേരള ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു കൊലപാതകം, ആ കൊലപാതകത്തിലെ പ്രതികളുടെ ശിക്ഷാളവ് സംബന്ധിച്ച് ജയിൽ സൂപ്രണ്ട് പുറത്തിറക്കിയ ശുപാർശ ലിസ്റ്റിൽ അബദ്ധം പറ്റിയതാണെന്ന് അങ്ങിപ്പോൾ പറയുന്നു. അത് ഈ അബദ്ധമൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. ഇന്നലെ സ്പീക്കർ പറഞ്ഞത് എന്താണ്, അഭ്യൂഹം മാത്രമാണെന്നാണ്. ഓക്കെ, അബദ്ധമാണ് ഇപ്പോൾ പറ്റിയതെങ്കിൽ ഇതേ ജയിൽ സൂപ്രണ്ടും ഇതേ ഈ മൊഴിയെടുക്കാൻ വിളിക്കുന്ന പോലീസും ഒക്കെ ആഭ്യന്തര ജയിൽ സൂപ്രണ്ടിന്റെ പത്രക്കുറിപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ജയിൽ സൂപ്രണ്ടിന്റെ പത്രക്കുറിപ്പ് അബദ്ധമാണെന്നിരിക്കട്ടെ, ഈ ജയിൽ വകുപ്പും ഈ പോലീസും എല്ലാം ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ്. അപ്പോൾ ഒരു വിഭാഗം ചെയ്യുന്ന മറ്റൊരു വിഭാഗം അറിയില്ല, ഞങ്ങൾ കൊടുത്തുപോയി, അയാൾക്ക് തിരിച്ച് വിളിച്ച് പറഞ്ഞാൽ അത് അന്വേഷിക്കേണ്ട, അത് പ്രശ്നമാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഇത്രയും ദിവസമായിട്ട്, 1-2 ദിവസമല്ല കേട്ടോ, 3 ആഴ്ചയായി ഈ പ്രക്രിയ തുടരുന്നു. അല്ല, അതിൻ്റെതായ സമയം എടുക്കില്ലേ? കാര്യം ഒരു സർക്കാർ തലത്തിൽ ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട്. ഈ ഹൈക്കോടതി നിർദ്ദേശം അറിയാത്തവരാണോ ഈ ജയിൽ സൂപ്രണ്ട്? പിന്നെ അബദ്ധം പറ്റിയെന്ന് പറയുന്നത് ഇതൊരു കോൺസ്പിറസി ആണെന്നാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ടൊരു കോൺസ്പിറസിയാണ്. സർക്കാരിനെ ഇതിനകത്ത് വലിച്ചഴയ്ക്കാൻ വേണ്ടി 3 പേരുടെ ലിസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തതാണെന്നാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മറ്റു പല ആളുകളുടെയും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാവണം. അല്ലാതെ ഈ ലിസ്റ്റിനകത്ത് എങ്ങനെ വരും? അല്ലെങ്കിൽ എങ്ങനെ ഇവരെ സസ്പെൻഡ് ചെയ്ത ഇവർ പറയില്ലേ, പൊതുജനങ്ങളോട് മുമ്പിൽ വന്ന് പറയില്ലേ, ഞങ്ങളെ നിർദ്ദേശിച്ചനുസരിച്ചാണ്, അല്ലെങ്കിൽ ജയിൽ ഉപദേശക സമിതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെ ലിസ്റ്റ് കൊടുത്തതെന്ന് അവർ പൊതുജനങ്ങളോട് പറയില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് അറിയിക്കില്ലേ? അതൊക്കെ ചെയ്യില്ലേ? പക്ഷേ അതിനകത്ത് എങ്ങനെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്, ഈ ലിസ്റ്റിൽ ഇവർ വന്നതെന്നുള്ളത് അന്വേഷണം നടത്തി കണ്ടെത്തേണ്ടുന്ന വിഷയമാണ്. ശരി, ഇതിപ്പോൾ അയാൾ പറയുന്നത് പോലെ, ജയിൽ സൂപ്രണ്ട് അദ്ദേഹം പറയുന്നത് പോലെ അത് ഒരു എററാണ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് എററാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന 3 പ്രതികൾ 4 പ്രതികൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും പേരുകൾ നമുക്കറിയാവുന്നതാണ്. പത്രങ്ങളിലൊക്കെ നിരവധി തവണ ഓരോ ഇലക്ഷനും വീണ്ടും ഇത് ചർച്ചയായി വന്നുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒഴിച്ചാൽ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും വർഷാവർഷങ്ങളായിട്ട് ഈ കേസ് 2014 തൊട്ട് ഈ കേസ് ഇങ്ങനെ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. TP ചന്ദ്രശേഖരനും ആ വെട്ടിൻ്റെ എണ്ണവും 51 വെട്ടും എന്ത് പറഞ്ഞാലും കോൺഗ്രസ്സുകാർ ഏറ്റവും ആദ്യം പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. അവിടെ അപ്പോൾ EP ജയരാജന് വെടിയുണ്ടെന്ന് പറയുന്നില്ല. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയത് ആരാണ്? കോൺഗ്രസ് ആണെന്നുള്ള കാര്യം പറയില്ല. TP ചന്ദ്രശേഖരൻ മാത്രമാണ് കേരളത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകം, അത് മാത്രമാണ് നിഷ്ഠൂരമായൊരു കൊലപാതകം എന്നൊക്കെയുള്ള വാദഗതികളാണ് ഉന്നയിക്കുന്നതെങ്കിൽ അത് അവരുടെ താല്പര്യം, അത് അങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇതിൻ്റെ മെറിറ്റ് അനുസരിച്ച് ഇതിനെന്തെങ്കിലും ഒരു ഫ്ലിംസി ഗ്രൗണ്ട് അല്ല, ഇതിൻ്റെ ഒറിജിനൽ ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ എമർജൻസി അല്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ചുമ്മാ തള്ളിക്കളഞ്ഞതുപോലെ എല്ലാ എമർജൻസി സബ്മിഷനും ഒന്നും മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സർക്കാരൊന്നും അല്ല. അവർ കൃത്യമായിട്ട് നോക്കി നടപടിയെടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അതിന് മെറിറ്റോറിയസ് ആയിട്ടാണ് ഒരു കാര്യം. ഇതിന് എമർജൻസി സബ്മിഷന്റെ ആവശ്യമുണ്ടോ? അതിന്റെ അന്വേഷണം ഇതിന് കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെ എന്താണ് ഒരു സർക്കാരിന്റെ ഭാഗമായി സ്പീക്കർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ പ്രശ്നം. സർക്കാർ ഒരു മറുപടി പറയാൻ അനുവദിക്കുക, സ്പീക്കർ തന്നെ പറയുകയാണ് അതൊന്നും ചർച്ച ചെയ്യേണ്ടതെന്ന്, അഭ്യൂഹമാണെന്ന് തള്ളിക്കളയുക. സ്പീക്കർക്ക് താൻ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് ബോധ്യമുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രശ്നം. ഞാൻ പറയാം, സ്പീക്കറിന് ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ. സ്പീക്കർ പ്രവർത്തിക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. സ്പീക്കർ സർക്കാരിന്റെ ഭാഗമല്ല. സ്പീക്കർ സർക്കാരിന്റെ ഭാഗമല്ല. അതായത് ജയിൽ സൂപ്രണ്ട് ഇതൊരു അബദ്ധമാണ് എന്ന് പറഞ്ഞൊരു പത്രക്കുറിപ്പ് ഇറക്കിയതിനു ശേഷവും ഈ ആരോപണം ഒരു അഭ്യൂഹമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സ്പീക്കർ സർക്കാരിന്റെ ഭാഗമല്ല. സ്പീക്കർ നിഷ്പക്ഷനായി പ്രവർത്തിക്കേണ്ട ആളാണ്. അതേ ഓർമ്മിച്ചോളൂ. ശ്രീ ജിൻഡോ ജോൺ, ഈ ആരോപണം എന്ന് പറയുന്നത് സർക്കാരിനെ ഡയറക്റ്റ് ആയിട്ട് ഹിന്റ് ചെയ്തുകൊണ്ടാണ് സ്പീക്കർ അങ്ങനെ പറഞ്ഞത്. എന്തിനാണ് സർക്കാരിനെ നേരിട്ട് ആരോപിക്കുന്നത്? സ്പീക്കർ കമന്റ് ചെയ്യുന്നതിനാണ്. സർക്കാരിനെ മെൻഷൻ ചെയ്ത് തന്നെയാണ് സഭയിൽ വരുന്ന പ്രമേയങ്ങളും സബ്മിഷനും എല്ലാം. സർക്കാരിനെ മെൻഷൻ ചെയ്യുന്നതോ സർക്കാരിനെ മെൻഷൻ ചെയ്യുന്നതോ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതോ സർക്കാരിനെ ആരോപണത്തിന്റെ മുൻനിരയിൽ നിർത്തുന്നതോ ആണ് അടിയന്തര പ്രമേയ നോട്ടീസുകളും സബ്മിഷനും എല്ലാം. അത്തരം പ്രമേയങ്ങളിൽ സർക്കാരിനെ മെൻഷൻ ചെയ്യുമ്പോഴേക്കും സ്പീക്കർ അതിന് മറുപടി പറയുന്നതിനാണ് അതൊന്നും അനുവദിക്കാതിരിക്കുന്നു.
സ്പീക്കർ അല്ലാതെ പിന്നെ ആരാണ് മറുപടി പറയേണ്ടത്? സ്പീക്കറിന്റെ സർക്കാരിന് ചേംബറിന്റെ വേണ്ടിയോ? അടുത്ത് വന്നിട്ടുണ്ടല്ലേ സർക്കാരിന് വേണ്ടി സ്പീക്കർ എന്തിനാണ് മറുപടി പറയുന്നത്? സർക്കാരിന് വേണ്ടി എന്തിനാണ് സ്പീക്കർ മറുപടി പറയുന്നത്? സർക്കാരിന് വേണ്ടിയല്ല. ഇതിന്റെ അവതരണ ഇത് നിഷേധിച്ചപ്പോഴാണ്, ഇത് വായിക്കാൻ സമ്മതിക്കാത്തപ്പോഴാണ് പ്രതിപക്ഷം ഏത് ദിവസമാണ് ഇറങ്ങിപ്പോകാത്തത്? കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള കണക്കെടുത്ത് നോക്കി ഒരു കാര്യം അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സർക്കാരിന്റെ അഭിപ്രായം സ്പീക്കർ പോലെയുള്ള ബബിൾ പോലെയാണ്. ഒരു ദിവസം ഒരു ഇഷ്യൂ, ഒരു പ്രമേയമോ അടിയന്തര പ്രമേയമോ സബ്മിഷനോ അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സർക്കാരിനോട് അഭിപ്രായം കണ്ടു, സർക്കാരിന് വേണ്ടി കണ്ടു, ഒരുപാട് കേസുകൾ ഒരു ദിവസത്തെ 2 ദിവസം മാധ്യമങ്ങൾ ചർച്ച ചെയ്യും, 3-ാമത്തെ ദിവസം അത് കെട്ടടങ്ങി പോവുകയാണ്. എന്തെല്ലാം അന്വേഷണ ഏജൻസികൾ വരുന്നു. അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം എന്തായി? ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, അതിനുശേഷവും അന്വേഷണ ഏജൻസി അതിന് സമയമെടുക്കും. ഒരുപാട് അന്വേഷണങ്ങൾ നടത്താനുണ്ട്. എന്നിട്ട് എവിടെ സ്വർണ്ണക്കള്ളക്കടത്ത്? ആർക്ക് വേണ്ടിയാണ് ഈ സ്വർണം കൊണ്ടുവന്നതെന്നൊന്ന് പറയാൻ പറ്റിയിട്ടില്ലല്ലോ. അതുപോലെ കൈതോല പായൽ ചുരുട്ടി അത് 2 ദിവസം. അതിനുശേഷം കുറെ നാൾ കമല ഇന്റർനാഷണൽ ആയിരുന്നു ചർച്ച, പിണറായി വിജയന്റെ വീടായിരുന്നു ചർച്ച. ഇതിനകത്തൊന്നും യാതൊരു കേൾക്കുന്നുണ്ടായിരിക്കണം. ജിൻഡോ ജോൺ, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർ കൃത്യവിലോപം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഇനിയും അന്വേഷണത്തിൽ ഈ പേരുകൾ എങ്ങനെ വന്നു എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുമായിരിക്കും. ഈ സസ്പെൻഷന്റെ ഭാഗമായുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അതിൽ ജയിൽ ഉപദേശക സമിതിയിലുള്ള ആളുകളാണോ ഈ പേര് തിരികെ കയറ്റിയത്, അങ്ങനെയൊക്കെ അന്വേഷിക്കുമായിരിക്കും. അങ്ങനെയല്ലേ സർക്കാർ പ്രവർത്തിക്കേണ്ടത്? സർക്കാർ ഇത് ഹൈക്കോടതി അലക്ഷ്യല്ലേ? പ്ലീസ് രാജീവ്, പ്ലീസ്, ഞാൻ ജിൻഡോടാണ് ചോദിച്ചത്. പ്ലീസ്. അല്ല, ഇദ്ദേഹത്തിന് ഈ ബഹുമാനിയനായ നമ്മുടെ പാനലിസ്റ്റിന് അദ്ദേഹത്തിന് നിയമസഭയുടെ പരിപാടികളെ കുറിച്ച് വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു. സർക്കാരിനെ സംരക്ഷിക്കലല്ല സ്പീക്കറുടെ ഉത്തരവാദിത്വം. സഭയിൽ വരുന്ന വിഷയങ്ങൾ സ്പീക്കർ നിഷ്പക്ഷത പാലിച്ചുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടതെന്നാണ് നമ്മളുടെയൊക്കെ. പറഞ്ഞോളൂ ജിൻഡോ, പ്ലീസ്. അല്ല, ഞാൻ പറയുന്നത് താങ്കൾക്കത് വേദനിച്ചെങ്കിൽ താങ്കൾ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞത് മോശമാണെങ്കിൽ താങ്കൾ ക്ഷമിക്കണം. ഞാൻ പറയുന്നത് സ്പീക്കറുടെ ഉത്തരവാദിത്വം സർക്കാരിനെ സംരക്ഷിക്കലല്ല. നിയമസഭയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമസഭാ സ്പീക്കർ നിഷ്പക്ഷത പാലിച്ചുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായ രൂപീകരണം നടത്തേണ്ടത്. അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ വിചാരം. അത് താങ്കൾക്ക് അറിയാത്തത്, ഞാൻ MLA ഒന്നും ആവണ്ട. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് MLA ആയിട്ടല്ലല്ലോ നിയമസഭാ വിഷയങ്ങളിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ പറ്റുന്നത്. MLA ഒന്നും ആവണ്ട. സാമാന്യബോധവും അത് അല്പം വിവരമൊക്കെ കിട്ടിയാൽ മതി. അതവിടെ വേറെ വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ വാദങ്ങളൊക്കെ, ഈ ജയരാജ് പറഞ്ഞ വാദങ്ങളും ഇന്ന് എം പി രാജേഷ് പറഞ്ഞ വാദങ്ങളൊക്കെ അംഗീകരിക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം നിയമസഭാ സ്പീക്കർ AM ഷംസീർ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു, തെറ്റായ നടപടിയായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിച്ചു തരണം. കാരണം യാതൊരു നടപടിക്രമങ്ങളും നടക്കുന്നില്ല. അഭ്യൂഹങ്ങളുടെ പുറത്താണ് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിയത് എന്ന് പറഞ്ഞാൽ സ്പീക്കർ എന്ത് അറിവിന്റെ പുറത്താണ് അത് പറഞ്ഞത്? ഒന്ന്, സ്പീക്കർ അത് പറയാൻ പാടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയേണ്ട മറുപടിയാണ് സ്പീക്കർ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, സ്പീക്കർ എന്ത് അറിവിന്റെ പുറത്താണ് അത് പറഞ്ഞത്? അതിനും മറുപടിയില്ല. ഇന്ന് MP രാജേഷ് ഏറ്റവും വലിയ തമാശ എന്തെന്നറിയോ? വർഷങ്ങൾക്ക് മുമ്പ് സ്പ്രിംഗ്ലർ ഡാറ്റ കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ലൈഫ് മിഷൻ കേസിൽ 100 ദിവസത്തിലധികം ജയിലിൽ കിടന്നപ്പോഴും ഒക്കെ ഉദ്യോഗസ്ഥരുടെ പിഴവായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പിൽ, ആഭ്യന്തര വകുപ്പായിക്കൊള്ളട്ടെ മറ്റു വകുപ്പുകളായിക്കൊള്ളട്ടെ, ആ വകുപ്പുകളിൽ നടക്കുന്ന മുഴുവൻ ഇത്തരം പ്രശ്നങ്ങളിലും മുഖ്യമന്ത്രിക്കോ മറ്റു ആളുകൾക്ക് ആർക്കോ ബന്ധമില്ല, ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ബന്ധം എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു. ഇന്നും നിയമസഭയ്ക്കകത്ത് KK രമയോട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശേഷിയില്ലാത്തത് കൊണ്ട് മുഖ്യമന്ത്രി മാറി നിൽക്കുന്നു. ഈ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ, ആഭ്യന്തര വകുപ്പിൽ കണ്ടവർ കയറിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം ആ വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുന്നത്, ആഭ്യന്തര മന്ത്രിയായിട്ടിരിക്കുന്നത്? DYFI പ്രവർത്തകരുടെ രക്ഷാപ്രവർത്തനത്തെ എൻഡോഴ്സ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമുക്കെന്തിനാ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി? ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അറിയണ്ടേ? ഇനി രണ്ടാമത്തത്, MP രാജേഷ് പറയുന്നത് 3/6 ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ പ്രതികളുമായി ബന്ധപ്പെട്ട, കുറ്റവാളികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റിപ്പോർട്ട് തിരുത്തി നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ 3/6 അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അഭ്യൂഹങ്ങളുടെ പുറത്താണ് എന്ന് പറഞ്ഞ് സ്പീക്കർ എന്തിനാണ് അന്ന് അടിയന്തര പ്രമേയത്തിന്റെ അവതരണ അനുമതി നിഷേധിച്ചത് എന്ന് പറയണം. രണ്ടാമത്തത്, ഈ 3/6 കത്ത് നിലവിൽ ആരും കണ്ടിട്ടില്ല. MP രാജേഷ് പറയുന്നതും CPM പ്രതിനിധികൾ പറയുന്നതല്ലാതെ പൊതുസമക്ഷത്തിൽ ഇതേവരെ കിട്ടാത്തൊരു കത്ത്. ആ കത്തിൽ TP ചന്ദ്രശേഖരന്റെ കൊലക്കുറ്റത്തിൽ പ്രതികളായിട്ടുള്ള, കുറ്റവാളികളായിട്ടുള്ള, കൊടിസുനി അടക്കമുള്ള കൊടും കുറ്റവാളികളുടെ പേര് ഒഴിവാക്കണമെന്ന് പ്രത്യേകം പരാമർശിച്ചിരുന്നോ? ഉണ്ടെങ്കിൽ അത് പറയണം. അങ്ങനെ ഒരു കത്ത് പുറത്തുവിടണം. അങ്ങനെ പരാമർശിച്ചെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം. ഇനി ഇങ്ങനെ ഒരു കത്ത് ഉണ്ടെങ്കിൽ അതിനുശേഷവും 13/6 ജയിൽ സൂപ്രണ്ട്, സിറ്റി പോലീസ് കമ്മീഷണർക്കും കണ്ണൂർ SP ക്കും ഒക്കെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തെങ്കിൽ
അങ്ങനെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനകത്ത് തോന്നിവാസത്തിൽ ഭരിക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരുണ്ടെന്ന് പറയുന്ന വാദം ഞങ്ങൾ അംഗീകരിക്കണോ? അത് അംഗീകരിക്കാൻ സാധിക്കില്ല. പിന്നെ അദ്ദേഹം ഇന്ന് എം പി രാജേഷ് പറഞ്ഞൊരു വാദമുണ്ട്, ജയിൽ ഉപദേശക സമിതിയിൽ പി ജയരാജൻ ഉണ്ടോ എന്ന് അറിയില്ല എന്ന്. ഇത്ര ദിവസമായിട്ട് മാധ്യമങ്ങളിൽ ചർച്ചയായി, പ്രതിപക്ഷം നിയമസഭയിൽ ചർച്ച ചെയ്യുന്നു, വലിയ വിവാദങ്ങളാകുന്നു, പോലീസ് അന്വേഷണം നടത്തുന്നു. ഇത്രയും പരിപാടികൾ നടന്നിട്ടും മുഖ്യമന്ത്രിയുടെ മൗത്ത് പീസായിട്ട് ഇന്ന് നിയമസഭയെ അഡ്രസ് ചെയ്ത് സംസാരിച്ച എം പി രാജേഷിന് അറിയില്ലാത്ര പി ജയരാജൻ ജയിൽ ഉപദേശക സമിതിയിൽ ഉണ്ടോ എന്ന്. എങ്കിൽ അദ്ദേഹം അത് അന്വേഷിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ. രണ്ടാമത്തത്, ഈ ഉദ്യോഗസ്ഥരുടെ വീഴ്ച എന്ന് പറഞ്ഞാണല്ലോ ഇവർ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തത്. 6-ാം തീയതി നിങ്ങൾ പറഞ്ഞ ഈ മാസം 3-ാം തീയതി ആഭ്യന്തര സെക്രട്ടറിയുടെ കത്ത് വന്നു. അതിനുശേഷം 13/6 SP കണ്ണൂർ SP-ക്കും കണ്ണൂർ കമ്മീഷണർക്കൊക്കെ ഈ ജയിൽ സൂപ്രണ്ട് കത്ത് കൊടുത്തു എന്ന് പറയുന്നു. എന്നിട്ട് എന്താ 27-ാം തീയതി വരെ 14 ദിവസം നിങ്ങൾ കാത്തിരുന്നത്? ഈ കൃത്യവിലോപം നടത്തിയ, കുറ്റകരമായിട്ടുള്ള ഈ പരിപാടി നടത്തിയ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് 2 ആഴ്ച കാലം നിങ്ങൾ വൈകി? അപ്പോൾ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജയിൽ ഉപദേശക സമിതിയിലെ പി ജയരാജനും പി ശശിയും അടക്കമുള്ള ആളുകളുടെ താല്പര്യപ്രകാരം നടത്തിയ ഒരു ലിസ്റ്റ് അത് പൊതുജനങ്ങൾ അറിഞ്ഞു, മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു, ചർച്ച ചെയ്തു, വിവാദമായപ്പോൾ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ കൈ കഴുകി മാറി നിൽക്കുന്നു. കെ രമയോട് ഉത്തരം പറയാൻ മടിയുള്ളത് കൊണ്ട് നിയമസഭയെ പോലും അഡ്രസ് ചെയ്യാതെ മാറി നിൽക്കുന്നു എന്നുള്ള സാഹചര്യം വാസ്തവം നിങ്ങൾ അംഗീകരിച്ചു തരികയാണ്. ഇനി നിങ്ങൾ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ CPM പ്രതിനിധികൾ പറഞ്ഞത് എന്താണെന്നറിയോ? ജയിലിലെ സൂപ്രണ്ടിന് ഈ ഹൈക്കോടതിയുടെ വിധിയുടെ കോപ്പി കിട്ടില്ല അത്രേ. അങ്ങനെ കോപ്പി കിട്ടാത്തത് കൊണ്ടാണ് ഈ കൊടും കുറ്റവാളികളുടെ ലിസ്റ്റ് യാദൃശ്ചിക ഈ ലിസ്റ്റിൽ പെട്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കോപ്പി കിട്ടാതെ യാതൊരു അറിവുമില്ലാതെ പത്രങ്ങളോ ചാനലുകളോ റേഡിയോ പോലും കേൾക്കാത്ത ജയിൽ സൂപ്രണ്ട്, ആ പാവപ്പെട്ട മനുഷ്യൻ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളുടെ പേര് ഈ ലിസ്റ്റിൽ, പുറത്തേക്ക് വിടേണ്ട ആളുകളുടെ ലിസ്റ്റിൽ പെടുത്തിയെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ നിങ്ങൾ ഇന്ന് സസ്പെൻഡ് ചെയ്തത്? എന്ത് കുറ്റത്തിന്റെ പേരിലാണ് 3 ജയിൽ ഉദ്യോഗസ്ഥരെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തത്? ഉത്തരം പറയണ്ടേ? ഈ 2 ആഴ്ചക്കാലം പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാതിരുന്നത്? അതിനും നിങ്ങൾ ഉത്തരം പറയണ്ടേ? ഇതിൽ CPM-ന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. കൃത്യമായിട്ട് ഇന്ന് കെ രമയെ അഡ്രസ് ചെയ്യാൻ ഭയത്തുന്നത് എന്തുകൊണ്ടാണ്? പണ്ട് TP ചന്ദ്രശേഖരന്റെ ചോദ്യങ്ങൾക്ക് മുമ്പ് ഉത്തരം പറയാനായിട്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയന് കഴിയാതിരുന്നത് കൊണ്ട്, വടകരയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പും അതിനെ തുടർന്നുണ്ടായ അനുരണനങ്ങളും ഇതിനൊക്കെ ഉത്തരം പറയാൻ വയ്യാത്തത് കൊണ്ട് TP ചന്ദ്രശേഖരനെ കൊടും കുറ്റവാളികളെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ ആളെ വിട്ട് നിങ്ങൾ കൊന്നു. അതിനുശേഷവും ഇത് തീവ്രവാദ പ്രവർത്തനമാണെന്ന് കൂടി നമ്മൾ പറയണം. ഇത് കേവലമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകം മാത്രമല്ല. നിങ്ങൾ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ കുറിച്ച് പറയുമ്പോൾ, അരുംകൊലയെ കുറിച്ച് പറയുമ്പോൾ, EP ജയരാജന്റെ വെടിയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. LDF-ന്റെ പ്രതിനിധി പറയേണ്ടത് TP ചന്ദ്രശേഖരനെ കൊന്നത് എന്തിനു വേണ്ടിയിട്ടാ? TP ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം തൊട്ടടുത്ത ജുമാ മസ്ജിദിൽ വെളുപ്പാങ്കാലം വരെ ലൈറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് CPM-ന്റെ പാർട്ടി പത്രവും പാർട്ടി ചാനലും പാർട്ടി സെക്രട്ടറിയും ഒക്കെയാ. ദിവസങ്ങളോളം നിങ്ങൾ അത് പുലമ്പിയില്ലേ? മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് വണ്ടി വിട്ടത് എന്തിനാ? കൊല്ലാൻ ആളെ വിട്ടത് എന്തിനാ? നിങ്ങൾ കൊലപാതകം മാത്രമല്ല ഉദ്ദേശിച്ചത്, ഈ സമൂഹത്തിൽ വർഗീയ ഭിന്നിപ്പ് വിതയ്ക്കാൻ കൂടിയാണ് CPM ലക്ഷ്യം വെച്ചത്. സംഘപരിവാറിന്റെ നയങ്ങളാണ് കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് CPM-ന്റെ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് പുലർത്തുന്നത്. അതിനു മുമ്പ് TP ചന്ദ്രശേഖരനെ കൊന്നതടക്കമുള്ള, ഫസൽ വധക്കേസിൽ അടക്കമുള്ള നിങ്ങളുടെ നിലപാടുകളൊക്കെ ഈ സമൂഹത്തിൽ വർഗീയ ഭിന്നിപ്പ് കൂടി വിതയ്ക്കാനുള്ളതായിരുന്നു. TP ചന്ദ്രശേഖരനെ കൊന്നതുകൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നില്ല. ഇന്നും മരിച്ചുപോയ TP-യേക്കാൾ 1000 ഇരട്ടി ശക്തിയായിട്ട് TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ വ്യക്തി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, നിയമസഭ അകത്തും പുറത്തും. അത് കേൾക്കാൻ, അതിനുത്തരം പറയാൻ ഭയമുള്ളത് കൊണ്ടാണ് ഇന്ന് പിണറായി വിജയൻ നിയമസഭയെ അഡ്രസ് ചെയ്യാതെ ഒളിച്ചോടിയത്. ശരി, ശ്രീ കെ ഷാജി, നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരു വശത്ത് സർക്കാരിന് തന്നെ അറിയാം ഇത്തരം ഒരു ശുപാർശ പുറത്തു വന്നാൽ അത് ഏതെങ്കിലും ഘട്ടത്തിൽ പുറത്തു വരും, അത് വലിയ ചർച്ചയാവും, അത് നടക്കില്ല, കാരണം ഹൈക്കോടതി വിധി അവിടെ നിൽക്കുകയാണ് എന്ന് മാത്രമല്ല, ഇവിടെ നേരത്തെ ജയരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഗവർണറുടെ ഒരു സമ്മതം വേണതിന്. ഗവർണർ ഇതിന് സമ്മതിക്കില്ല, കാരണം ഗവർണർ അതിലെ പൊളിറ്റിക്സ് കണ്ടുകൊണ്ട് അത് തിരിച്ചയക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ വഴിയുള്ളൂ. ഇതൊക്കെ അറിയാഞ്ഞിട്ടും ഈ പേര് ഇതിൽ ഉൾപ്പെടുത്തിക്കുക, അത് പുറത്തു വന്നത് ചർച്ചയാക്കുക, ഇത് ഇത്രയും ചർച്ചയും വിവാദവും നടക്കുമ്പോൾ പോലും ഇന്നലെ പോലും കെ രമയെ വിളിച്ചിട്ട് ട്രൗസർ മനോജിന് വേണ്ടി മൊഴിയെടുക്കുക. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ലക്ഷ്യം? ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് വഴിവിട്ട രീതിയിൽ ഈ സർക്കാർ നീങ്ങിയിട്ടുള്ളത്. ഈ സർക്കാർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടർച്ച തന്നെയാണിത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, നിയമപരമായിട്ട് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷ അടച്ചു കൊടുക്കാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല. പക്ഷെ അപ്പം തന്നെ ഇങ്ങനൊരു ശ്രമം നടത്തുന്നതിൻ്റെ കൃത്യമായ ഒരു നീക്കം അത് സർക്കാരിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്ത് അവരാരെയൊക്കെ ഭയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ നമ്മുടെ ഭരണ സംവിധാനം, നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഭയപ്പെടുന്നുണ്ടെന്നുള്ളതാണ്.
ഇപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് നിയമസഭയിൽ വ്യക്തമാക്കേണ്ടതാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് സബ്മിഷൻ കൊണ്ടുവന്നു, അതിന് മുഖ്യമന്ത്രി മറുപടി പറയാതെ അദ്ദേഹം ഒളിച്ചോടി, അദ്ദേഹം മറ്റൊരു മന്ത്രി ഏൽപ്പിച്ചു. ആ മന്ത്രി തന്നെ പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെയോ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നതാണ്. അപ്പം അങ്ങനെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആരാണത് കണ്ടുപിടിക്കേണ്ടത്? ആരാണ് അതിനെക്കുറിച്ച് ജനങ്ങളോട് പറയേണ്ടത്? കേവലം ഉദ്യോഗസ്ഥരുടെ മുകളിൽ മാത്രം ചുമത്തി ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ? കാരണം നമ്മൾ നോക്കുക, ഈ കേസിലെ പ്രതികൾ എന്ന് പറയുന്ന ആളുകൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ വാടക കൊലയാളികൾ മാത്രമാണ്. ഈ വാടക കൊലയാളികളുടെ കാര്യത്തിൽ വഴിവിട്ട ഒരു നീക്കം നടത്താൻ ഒരു ജയിൽ സൂപ്രണ്ട് തയ്യാറാകുന്നതിൽ, ഉന്നതരായ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നതിൽ, അത് ജയിൽ സംവിധാനം ഇവരെ മോചിപ്പിക്കുന്ന സംബന്ധിച്ച് പോലീസിനോട് റിപ്പോർട്ട് തേടുന്നതിൽ, ആ പോലീസ് കെ രമയുടെ വീട്ടിൽ ചെന്ന് അവരുടെ മൊഴിയെടുക്കുന്നതിൽ, ഇതിലൊക്കെ കുറച്ച് വാടക കൊലയാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ ജയിൽ സംവിധാനത്തിന്, നമ്മുടെ പോലീസ് സംവിധാനത്തിന്, അതിൽ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിഗതമായ താല്പര്യമാണോ അതോ അവരെ നിർബന്ധിച്ച് രാഷ്ട്രീയ നേതൃത്വം വിട്ടതാണോ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഇത് ചുമ്മാ വാക്കാനുള്ള ആരോപണങ്ങൾ മാത്രം മതിയോ? ഇപ്പൊ രാജേഷ് പറഞ്ഞ വാക്കുകൾ തന്നെ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ ഇതൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടാകണം. അത് ആര് നടത്തിയാലും ഇത് പുറത്തു വരണ്ടേ? കാരണം ഒരു പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സർക്കാരിന്റെ മുഖം വികൃതമാക്കാനോ വേണ്ടി നടന്ന ഗൂഢാലോചനയാണോ അതോ ശരിക്കും ഇത്തരത്തിലുള്ള വാടക കൊലയാളികൾ അവരുടെ ദാവിൽ നിന്ന് സത്യം പുറത്തു വന്നാൽ തങ്ങളുടെ കാര്യം കുഴപ്പത്തിലാകും എന്ന് വിചാരിക്കുന്ന ഭരണപക്ഷത്തുള്ള ആളുകൾ നടത്തിയ ഗൂഢാലോചനയാണോ എന്നുള്ളത് പുറത്തു വരണ്ടേ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, അപ്പോൾ ജയിലിൽ ഉപദേശക സമിതിയിലൊക്കെ ജയരാജനെ പോലുള്ള ആളുകളുണ്ടെന്ന് പറയുന്നു. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ കേട്ടു ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി പുറത്തുവിടേണ്ട പ്രതികളുടെ പട്ടികയിൽ പോലും ഈ ടി പി വധക്കേസിലെ ആളുകളുണ്ടായിരുന്നു പറയുന്നത്. അതായത് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങളെ ആഘോഷിച്ചുകൊണ്ട് പുറത്തുവിടേണ്ടുന്ന നല്ല സ്വഭാവം ജയിലിൽ കാണിച്ച ആളുകളുടെ പട്ടികയിൽ പോലും ഇവർ കടന്നുകൂടുന്ന ഒരു അവസ്ഥയുണ്ടായി എന്നുള്ളതാണ്. കടന്നു പോകാൻ പറ്റിയിട്ടില്ല, എന്തോ ഭാഗ്യം കൊണ്ട്. നമ്മൾ നോക്കുക, ജയിലിലിരുന്നു കൊണ്ട് സമാന്തരമായിട്ടുള്ള കൊട്ടേഷൻ സംഘങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് ഇവർ. അപ്പം തന്നെ ഇവർ ഏതെല്ലാം തരത്തിൽ അവർ നമ്മുടെ നിയമ സംവിധാനത്തിനെ അവർ ബുദ്ധിമുട്ടിലാക്കിയിട്ടുള്ള നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജയിലിലിരുന്നുകൊണ്ട് കൊട്ടേഷൻ സംഘങ്ങൾ നടത്തുക, ജയിലിലിരുന്ന് മയക്കുമരുന്ന് കച്ചവടം നടത്തുക, ജയിലിലിരുന്ന് കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുക, ശരിക്കും ജയിലിൽ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക. ഇതിനെല്ലാം കുറച്ച് വാടക കൊലയാളികൾക്ക് കഴിയുന്നത് കേവലം യാദൃച്ഛികമാണ്. കുറച്ച് ഉദ്യോഗസ്ഥർ അവരെ സഹായിക്കുന്നതുകൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ അത് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ വിഷമമുണ്ട്. എന്തുകൊണ്ടാണ് കേരളം കണ്ട മറ്റു നിഷ്ഠൂരമായ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് കിട്ടുന്ന അതേ അളവിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ജയിലുകളിൽ ഇവർക്ക് കിട്ടാതെ അതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ലെവലിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇവർക്ക് കിട്ടുന്നു? എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും കിട്ടുന്ന സകല ആനുകൂല്യങ്ങൾക്കും ഇവരെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് നിയമം തുടർച്ചയായി വളച്ചൊടിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഇവരുടെ കാര്യത്തിൽ മാത്രം അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ഇത് എല്ലാം കൂടി അപകടത്തിലാവുമ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് ഞങ്ങളും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? കാരണം നമ്മൾ എന്തു പറഞ്ഞാലും ആ കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും പൈശാചികവും നിഷ്ഠൂരവുമായിട്ടുള്ളൊരു കൊലപാതകം തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ഇതിൻ്റെ ഗൂഢാലോചനയിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിൽ കൃത്യമായി ആരോപണം നേരിട്ട ആളുകളുടെ വിശദീകരണങ്ങൾ നമ്മൾ കേൾക്കുക. ഓരോ വിശദീകരണവും അങ്ങേറ്റം വൈരുദ്ധ്യം നിറഞ്ഞതാണ്, അങ്ങേറ്റം കോൺട്രാഡിക്ടറിയാണ്. ഈ പറയുന്ന കാര്യങ്ങളിൽ പോലും അവർ പറയുന്നതിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഇപ്പം എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കായാലും സ്പീക്കർക്കായാലും ഇതിനെ വേറൊരു തരത്തിൽ ട്വിസ്റ്റ് ചെയ്യുന്നതിന് എന്താണ് ഇത്ര താല്പര്യം എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? ഒരു നിയമസഭയുടെ സ്പീക്കർ മുഖ്യമന്ത്രി അല്ലെ ആഭ്യന്തരമന്ത്രി പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ വിടാതെ സ്പീക്കർ തന്നെ നേരിട്ട് വന്നുകൊണ്ട് മറുപടി പറയുന്ന അവസ്ഥ കേരളം കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ ദേശീയ തലത്തിലൊക്കെ സ്പീക്കറുടെ അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ച് സ്പീക്കറുടെ നിഷ്പക്ഷതയെക്കുറിച്ചൊക്കെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ? ഈ സമയത്തല്ലേ കേരളം മാതൃക കാണിക്കേണ്ടത്? കേരളത്തിൻ്റെ സ്പീക്കറല്ലേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും പാർലമെന്റിനും ഒക്കെ മാതൃകയായിട്ട് വരേണ്ടത്? ആ സ്ഥാനത്ത് ആ സ്പീക്കർ സ്വന്തം കർത്തവ്യം മറന്നുകൊണ്ട് ഒരു ക്രിമിനൽ കേസിലെ പ്രതികളുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗം അങ്ങേയറ്റം ന്യായീകരിക്കുന്നു. പിറ്റേ ദിവസം പറഞ്ഞാൽ ന്യായീകരണങ്ങൾ മുഴുവൻ പൊളിയുന്നു. അതിൻ്റെ അപ്പുറത്ത് സർക്കാരിന് തന്നെ സമ്മതിക്കേണ്ടി വരുന്നു. പോലീസ് ഇടപെട്ടിട്ടുണ്ട്, ജയാധികാരികൾ ഇടപെട്ടിട്ടുണ്ട്, ഇങ്ങനെ വീടിൽ പോയി കെ രമയുടെ മൊഴിയെടുക്കാൻ പോയിട്ട് അവരുടെ അഭിപ്രായം എടുക്കാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്നത് സർക്കാർ അറിയാതെയാണെങ്കിൽ, ഇതൊക്കെ നടക്കുന്ന ആഭ്യന്തര വകുപ്പ് അറിയാതെയാണെങ്കിൽ, ഇതൊക്കെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി അറിയാതെയാണെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് അതിനകത്ത് ഉത്തരം പറയാൻ ബാധ്യതയില്ലേ? ഈ മുഖ്യമന്ത്രി സത്യം മനസ്സിലാക്കാനുള്ള ഒരു അവകാശം ജനങ്ങൾക്കില്ലേ? അപ്പൊ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടോ, കേരളത്തിലൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടോ എന്നുള്ളതല്ലേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ജനങ്ങളുമായിട്ട് അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ശരിക്കും ജനങ്ങളോട് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയില്ലേ? അപ്പൊ ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളുടെ മനസ്സിൽ ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്ന
ആശങ്കകളെ ബുദ്ധിമുട്ടുകളെ ദൂരീകരിക്കാൻ അദ്ദേഹം തന്നെ മുൻകൈയെടുക്കണം. ഇതിനകത്ത് ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ ചുമ്മാ വഴികട പോകുന്ന ആളുകളെ മുഴുവൻ അവരെല്ലാം ഗൂഢാലോചന നടത്തിയിട്ടാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതാണ് കാര്യം. ശരി, ഡോക്ടർ ബി ജയരാജ്, പാർട്ടി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം തെറ്റുതിരുത്തും എന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടുടനെയാണ് ഈ ക്രിമിനലുകൾ ഈ ലിസ്റ്റിൽ വന്നുവിടുന്നത്. അപ്പോൾ പാർട്ടി തെറ്റുതിരുത്ത പ്രക്രിയയിലേക്ക് പോവുകയാണെന്ന് പാർട്ടി പ്രവർത്തകരും കേഡറുകളുമെല്ലാം ആത്മാർത്ഥമായി വിശ്വസിച്ചിരിക്കുകയാണ്. അത് പ്രഖ്യാപിച്ചത് സംസ്ഥാന സെക്രട്ടറിയാണ്. സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചത് തൊട്ടുടനെയാണ് ഈ ലിസ്റ്റ് പുറത്തു വരുന്നത്. എന്നിട്ട് ഇപ്പോൾ ഒരു മാസം പിന്നിടുകയാണ്. ഈ ഒരു മാസമായിട്ടും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ മറുപടി ജനങ്ങളോടോ പാർട്ടി പ്രവർത്തകരോടോ പാർട്ടി കേഡറുകളോടോ പറയുന്നില്ല. ഏതുപോലെ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് 1.25 കോടിയുടെ ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി അത് വിശദീകരിക്കാത്തതുപോലെ ഇത് പാർട്ടി കൂടി പങ്കാളിയായവരാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ജയിൽ ഉപദേശക സമിതിയിലുള്ളത്. എന്നിട്ടും പാർട്ടി തെറ്റിദ്ധരുന്ന പാർട്ടി ഇതേക്കുറിച്ച് പാർട്ടി പ്രവർത്തകരോടോ പാർട്ടിയോ വിശദീകരിക്കുന്നില്ല. സർക്കാരൊട്ട് ഇത് അറിഞ്ഞ മട്ടില്ല. സ്പീക്കർ ഇന്ന് സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, മുഖ്യമന്ത്രി വിട്ടുനിൽക്കുന്നു. ഇത് എന്ത് ഭരണമാണ് ജയരാജൻ? ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നടപടിയെടുക്കേണ്ടത്, അത്യാവശ്യമായ നടപടിയെടുക്കേണ്ടത് സസ്പെൻഡ് ചെയ്തേണ്ട ആളുകളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. എങ്ങനെയാണ് ഈ ലിസ്റ്റിനകത്ത് ഈ പ്രതികൾ കയറിക്കൂടി പറ്റിയത്, ഇതിൻ്റെ പിന്നിൽ ആരെല്ലാമാണ് ഇടപെടൽ നടത്തിയിട്ടുള്ളത്, അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു സാവകാശം കൊടുക്കും. തീർച്ചയായിട്ടും അതിനുള്ള മറുപടി, കൃത്യമായിട്ടുള്ള മറുപടി, ആരാണ് ഈ കോൺസ്പിറസിക്ക് പിന്നിൽ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടൊരു സമയം വരും. ആ സമയം, അതിനൊരു സാവകാശം വേണം. ആ സാവകാശം അല്ലാതെ എടുത്തു ചാടി ഒരു മറുപടി പറയുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ. എങ്ങനെയാണ് ഇതിനകത്ത് ഈ ലിസ്റ്റിനകത്ത് ഈ പ്രതികൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈക്കോടതി അലക്ഷ്യമാണ്. അതിനു മുമ്പുള്ളത് ഈ അഡീഷണൽ സെക്രട്ടറിയുടെ കത്താണ്. ഈ രണ്ടെണ്ണത്തിനെയും കാറ്റിൽ പലർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ 3 പ്രതികളുടെ പേര് ഈ ലിസ്റ്റിനകത്ത്, 3 അല്ല അപ്പോൾ 4 പ്രതികളുടെ പേര് ഈ ലിസ്റ്റിനകത്ത്, 4, 5, 6 പ്രതികളും പിന്നെ 11ാം പ്രതിയുടെയും പേര് എങ്ങനെ ഈ ലിസ്റ്റിനകത്ത് വന്നു, അല്ലെങ്കിൽ 11ാം പ്രതിയെക്കുറിച്ച് എങ്ങനെയാണ് കെ രമയെക്കുറിച്ച് ഇന്നലെ കൂടി വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അത്ര കാര്യമായ ഇടപെടൽ ഇതിന് എക്സ്റ്റേണൽ ഫോഴ്സസ് ആരാണ് ഇതിനകത്ത് കളിക്കുന്നതെന്നുള്ള കാര്യം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷിച്ചത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ആവശ്യമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് എന്തായാലും മറുപടി ഉണ്ടാവും. ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മറുപടി നിയമസഭയിൽ തന്നെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ, ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള രീതിയിൽ. അല്ലാതെ ഇതിനകത്തൊന്നും ഒളിച്ചോട്ടത്തിൻ്റെ ഒന്നും ഒരു വിഷയമില്ല. ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ആരാ പറഞ്ഞത്? ഒരു ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു നടപടിയും ഇടതുപക്ഷ സർക്കാർ നാളോട് നാളെ തുറന്നു വന്നിട്ടില്ല. പ്രതികളുടെ കേസ് TP കേസ് പ്രതികൾ എത്ര നാൾ പരോളിൽ പുറത്തിറങ്ങിയെന്നറിയാമോ? മരിച്ചുപോയ കുഞ്ഞനന്ദൻ, അദ്ദേഹം അനുഭവിച്ച തടവ് ശിക്ഷയുടെ എത്ര ശതമാനം പുറത്തായിരുന്നു അറിയാമോ? ഇതിനകത്ത് 2 പേരാണ് പ്രധാനമായിട്ടും പുറത്തായത്. 2 പേര്, ഒരാൾ ടെർമിനലിൽ ഇല്ലായിട്ടുള്ള കുഞ്ഞനന്ദനും പിന്നീടൊന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഇപ്പം പ്രതി ചേർക്കപ്പെട്ട ജ്യോതിബാബുവും പരിയാരം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ 2 പ്രതികളല്ലാതെ വേറെ അവർക്ക് അനുവദിച്ചിട്ടുള്ള പരോളുണ്ടല്ലോ. ആ അനുവദിച്ചിട്ടുള്ള പരോള് 60 ദിവസവും പിന്നീട് എന്തെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ 45 ദിവസവും. ഇതാണല്ലോ കണക്ക്. ഈ കണക്കിലുള്ള ആ ഒരു പരോൾ മാത്രമേ ഇവരൊക്കെ അനുവദിച്ചിട്ടുള്ളൂ. അത് പല ആളുകളും പല സമയത്ത് ഇറങ്ങുന്നതുകൊണ്ട് എല്ലാ സമയത്തും ഈ പ്രതികളെല്ലാം പുറത്തുണ്ടെന്നുള്ള ഒരു പ്രതീതി വരുത്താനായിട്ട് സാധ്യതയുണ്ടാകും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതിനു മുമ്പ് ഇവരിടപെട്ട വേറെ കേസുകളുണ്ട്. ആ കേസിനകത്തൊക്കെ ഇവർ വീണ്ടും അകത്താവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ശിക്ഷ കാലാവധി ഇങ്ങനെ നീണ്ടു പോവുകയാണ്. 20 വർഷത്തോളം. 20 വർഷം എന്ന് പറഞ്ഞാൽ പരമാവധി ശിക്ഷയാണ്. കാര്യം അങ്ങനെ തന്നെയാണ് കോടതി അതിനെ കണ്ടതും, കോടതി തന്നെ നോക്കി കണ്ടതും. ഇനി പരോളൊന്നും അനുവദിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പരോളൊന്നും ആർക്കും അനുവദിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് ലഭ്യമായ വിവരം. ജയരാജ്, അവരിൽ പലരും ഇപ്പോൾ പരോളിലാണ് നമ്മൾ സംസാരിക്കുമ്പോൾ. അതിന്റെ മെറിറ്റ് എന്താണെന്ന് പരിശോധിക്കണം. എന്ത് കാരണത്തിനാണ് അവർക്ക് പരോൾ കൊടുത്തത്, അല്ലെങ്കിൽ കോവിഡിന്റെ ലോക്ക്ഡൌൺ സമയത്ത് കൊടിസൂരി ഒരു റിസോർട്ടിൽ ഡ്രഗ്സ് പാർട്ടി നടത്തുകയായിരുന്നു. അത് വിവരം എല്ലാ പ്രതികളും പുറത്തായിരുന്നല്ലോ. എല്ലാ ജയിലിൽ ആരെയും കീപ്പ് ചെയ്തിരുന്നില്ല. ആ സമയത്ത് അവർ ഇതിന്റെ അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പോൾ കോവിഡ് പോലെയുള്ള നമ്മളെ ഈ പറയുന്ന കണക്കുള്ള ഒരു മഹാവ്യാധി വരുന്ന സമയത്ത് മുഴുവൻ ആളുകളെയും ഇത്തരത്തിലുള്ള ഹോസ്റ്റൽ സംവിധാനങ്ങൾ, ഓൾഡ് ഏജ് ഹോംസ്, ഇവരെല്ലാം നമ്മൾ പ്രത്യേകം അതിൻ്റെ ഒരു കോവിഡിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അത് ജയിലിൽ നടപ്പിലാക്കിയെന്നേ ഉള്ളൂ. ആ ജയിലിൽ നടപ്പിലാക്കിയപ്പോൾ എല്ലാ പ്രതികളെയും മാറ്റുമ്പോൾ ഇവരെ മാത്രം അവിടെ കീപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവരും അതിൻ്റെ കൂടെ ഇറങ്ങിയെന്നേ ഉള്ളൂ.
അല്ലാതെ അങ്ങനെയുള്ള ഒരു അത്യന്താപേക്ഷിത ഘട്ടത്തിലല്ലാതെ വേറെ അത് ഇന്ത്യയിലുടനീളമുള്ള എല്ലാ പ്രതികൾക്കും അത് ബാധകമായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, അതല്ലാതുള്ള കൃത്യമായിട്ടുള്ള പരോളുകൾ ഓക്കെ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. പ്രതികൾ ജയിലിലിരുന്ന് ചെയ്ത സംഭവങ്ങളെ കുറിച്ച് നേരത്തെ ഷാജി വിശദീകരിക്കുകയും ചെയ്തു. ശ്രീ ജിൻഡോ, ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് ഇനി മുമ്പിലുള്ള പോംവഴി എന്താണ് ഇക്കാര്യത്തിൽ? ഈ പ്രതികളെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് അറിയിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടെന്ന് ഇവിടെ ഷാജി പറയുന്നു. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നറിയിക്കുക. അല്ലെങ്കിൽ അതിനപ്പുറം വേറെ ലോജിക്കൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒരു കുപ്രസിദ്ധ കുറ്റവാളികൾക്ക് വേണ്ടി ഒരു സർക്കാരും പാർട്ടിയും നാണം കെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരിക എന്നുള്ള സർക്കാരിനെ സംബന്ധിച്ച് എത്രമാത്രം മോശമാണ്. ഇനി ഈ ഊരാക്കുടുക്കിൽ നിന്ന് സർക്കാരിന് പുറത്തിറങ്ങാനുള്ള വഴി എന്താണ്? അല്ല അജിംസെ, നമ്മളങ്ങനെ കാണേണ്ട എന്ത് കാര്യമുള്ളത്? ഈ ടി.പി. ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷം ഈ പാർട്ടിക്കോ അതിനുശേഷം അധികാരത്തിൽ വന്ന ഈ സർക്കാരിനോ അങ്ങനെ എന്തെങ്കിലും ഒരു നാണക്കേടോ കുറ്റബോധമോ ഉണ്ടായതായിട്ട് കേരളത്തിൽ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടുള്ള ഒരു ഉദാഹരണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ടി.പി. ചന്ദ്രശേഖരനെ കൊല നടത്തിയതിന് ശേഷവും അന്നത്തെ പാർട്ടി സെക്രട്ടറി പ്രസംഗിച്ചത് എന്താ? കുലംകുത്തിയാണ്, കുലംകുത്തി എന്നും കുലംകുത്തി എന്നതാ. മരിച്ച് മണ്ണടിയുന്നതിന് മുമ്പാണ് പറയുന്നത്, കൊന്നു കളഞ്ഞിട്ട്. വി.എസ്. അച്യുതാനന്ദൻ അന്നത്തെ ഇവരുടെ പാർട്ടിയുടെ വലിയ നേതാവല്ലേ, അദ്ദേഹം ടി.പി. ചന്ദ്രശേഖരന് അന്തിമോപചാരം അർപ്പിക്കാൻ പോയപ്പോൾ പാർട്ടി എത്രത്തോളം വിലക്കുകളാണ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാലോ. കെ രമയുടെ അടുത്ത് പോയി ഒന്ന് ചേർത്ത് പിടിച്ച് കരഞ്ഞ വി.എസ്. അച്യുതാനന്ദനെ നമുക്ക് മറക്കാൻ പറ്റുമോ? അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും പാർട്ടി കമ്മിറ്റികളും ഉയർത്തിയ വിലക്കുകളെ അതിജീവിച്ചുകൊണ്ട് എത്ര പ്രയാസപ്പെട്ട വി.എസ്. അച്യുതാനന്ദനെ പോലെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ അന്ന് ടി.പി. ചന്ദ്രശേഖരന്റെ മൃതദേഹം അവസാനമായിട്ടൊന്ന് കാണാൻ പോകാൻ പറ്റിയത്. അപ്പൊ അതിനുശേഷവും ഈ നാളിതുവരെ ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതകത്തിലെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് മാത്രമല്ല, ടി.പി. ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടേണ്ട വ്യക്തിത്വമായിരുന്നു എന്നുള്ള പൊതുബോധമാണ് മാർക്സിസ്റ്റുകാരുടെ ഇടയിൽ ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവർക്കൊരു കുറ്റബോധം വന്നിട്ടില്ല. ഈ ഹൈക്കോടതി ഈ സമീപകാല ചരിത്രത്തിലൊന്നും കുറ്റവാളികളുടെ ശിക്ഷ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്തെ ചരിത്രം ഒന്നും പരിശോധിച്ച് അങ്ങനെ കാണില്ല. ഹൈക്കോടതി ശിക്ഷ ഇരട്ടിയായിട്ട് പ്രഖ്യാപിക്കുകയും 2 പ്രതികളെ കൂടി ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വിധിയിൽ വന്നിട്ട് ശേഷവും ഇവരെന്തൊക്കെയാ പറയുന്നത്? ഇവരുടെ വലിയ സൗമനസ്യമുള്ള നേതാക്കന്മാരൊക്കെ പറഞ്ഞത് കുഞ്ഞനന്ദൻ ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണ്, കുഞ്ഞനന്ദൻ മഹാനായ മനുഷ്യനായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കുഞ്ഞനന്ദനെ കുറിച്ചിട്ട് കോഴിക്കോട് കണ്ണൂർ ജില്ലയിൽ പറയുന്നത് എന്താണെന്നറിയില്ലോ, കാലം കുഞ്ഞനന്ദൻ എന്നാ. ഒരുപാട് മനുഷ്യരുടെ ജീവൻ പരലോകത്തേക്ക് അയച്ച കുഞ്ഞനന്ദനാണ്. അവസാനം ഒപ്പുവെക്കുന്ന കക്ഷിയായിരുന്നു. അദ്ദേഹത്തിന് പരോൾ കൊടുത്തതിനെ കുറിച്ചിട്ടാണ് ജയരാജ് ഇവിടെ ന്യായീകരിക്കുന്നത്. പിന്നെ ജ്യോതിബാബുവിന്റെ പരോളിനെ കുറിച്ച് ന്യായീകരിക്കുന്നത്. ഈ LDF പ്രതിനിധി ഈ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ കുറ്റവാളികളെ കുറിച്ചിട്ട് യാതൊരു പഠനവും നടത്താതെയാണ് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അവർക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു കുറ്റവാളികൾക്കും കിട്ടാത്ത അത്ര വലിയ അളവിലുള്ള പരോള് കിട്ടുന്നു, സുഖ സൗകര്യങ്ങൾ കിട്ടുന്നു. ജയിലിനകത്തും പുറത്തും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള സർവ്വസന്നാഹങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. ഇവിടെ പരോൾ ഇറങ്ങുന്ന പ്രതിക്ക് കല്യാണം നടത്താൻ വേണ്ടിയിട്ട് കാരണവർ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്തി കൊടുത്താരാ? അന്നത്തെ MLA ആയിട്ടുള്ള AM ഷംസീർ. അദ്ദേഹം ഇന്നത്തെ സ്പീക്കറാ. ആ ഒരൊറ്റ ഛേദോവികാരത്തിൽ തന്നെയാണ് സ്പീക്കർ കുറ്റവാളികളുടെ ലൗഡ് സ്പീക്കറായിട്ട് കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയ അവതരണത്തെ തടസ്സപ്പെടുത്തിയത്. സ്പീക്കർ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മൗത്ത് പീസ് ആയിട്ടല്ല സ്പീക്കർ പ്രവർത്തിക്കേണ്ടത്. നിഷ്പക്ഷനായിട്ട് പ്രവർത്തിക്കേണ്ട സ്പീക്കർ എന്തുകൊണ്ട് ആ നിലപാടെടുത്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കണം. സ്പീക്കർ ആകുന്നതിന് മുമ്പ് ഈ കൊടും കുറ്റവാളികളുടെ കല്യാണം നടത്തി കൊടുക്കാൻ എടുക്കുന്ന അതേ ഛേദോപകാരം അന്ന് സ്പീക്കറായിരുന്നു ഇന്നത്തെ സ്പീക്കർ AM ഷംസീർ അന്ന് ആ കല്യാണം നടത്തി കൊടുക്കാൻ പോയതിനെ കുറിച്ച് EP ജയരാജൻ പറഞ്ഞത് എന്താണെന്നറിയോ? ആ കല്യാണം നടത്തി കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് തുല്യമാണെന്ന. ഏത് ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടി കൊന്നു കളഞ്ഞിട്ട് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തിയ പ്രതിയുടെ കല്യാണം നടത്താൻ കാരണവർ സ്ഥാനത്ത് നിന്ന് നടത്താൻ പോകുന്ന ഒരു MLA, എന്നിട്ട് ആ MLA നടത്തിയത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഇവരെന്ത് കമ്മ്യൂണിസ്റ്റുകാരാ? ഇവരെന്ത് കമ്മ്യൂണിസ്റ്റാ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ CPM സംഘപരിവാറിന്റെ ആശയങ്ങൾ അടിമുടി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന, അത് മാത്രം തുപ്പിക്കൊണ്ടിരിക്കുന്ന, അത് മാത്രം പ്രസംഗിക്കുന്ന സംഘപരിവാർ ബോധമുള്ള ആളുകളായിട്ട് മാത്രം CPM തരം താഴ്ന്നിരിക്കുക. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഇവിടെ ഈ ന്യായീകരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇവിടെ MP രാജേഷിന്റെ വകുപ്പിൽ മുഹമ്മദ് റിയാസ് കയറി ഇടപെടും, മുഹമ്മദ് റിയാസിന്റെ വകുപ്പിൽ വേറെ ആരെങ്കിലും കയറി ഇടപെടും. മുഖ്യമന്ത്രി ഈ ഇരട്ടച്ചങ്കനാണ്, ബ്രണ്ടൻ കോളേജിന്റെ വരാന്തയിൽ ഊരിപ്പിടിച്ച വാളിന് മുമ്പിൽ, വെടിയുണ്ടയുടെ മുമ്പിൽ, തോക്കിന് മുമ്പിൽ പേടിക്കാത്ത ആളാണെന്നൊക്കെ പറയുന്ന ഇരട്ടച്ചങ്കന്റെ വകുപ്പിൽ കണ്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ കയറി കൈയിട്ട് കയറി ഇറങ്ങുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരിയ്ക്കുന്നത്? എന്തിനാ 10-23 ആളുകൾക്ക് ശമ്പളവും മറ്റ് സൗകര്യങ്ങളും കൊടുത്ത് ഇവരുടെ എല്ലാ പ്രൗഢിക്കും നമ്മൾ നികുതിപ്പണം കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരുത്തൻ ഇരുന്നാൽ പോരെ? ഏതെങ്കിലും ഒരാൾ
ഒരാൾ ഇരുന്നാൽ പോരെ? ഏതെങ്കിലും ഒരു ജയിൽ സൂപ്രണ്ട് ഭരിച്ചാൽ പോരെ? ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്നോ? ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാഞ്ഞിട്ടാണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ഇങ്ങനെ ഒന്നും അറിവില്ലാത്ത ആളുകളാണ് ഭരിക്കുന്നതെങ്കിൽ അറിവില്ലാത്ത ആളുകളെ മാറ്റി നിർത്തിയിട്ട് അറിവുള്ള ഏതെങ്കിലും ഒരാൾ ഈ CPM അവശേഷിക്കുന്നുണ്ടെങ്കിൽ, MLA ആയിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് ഈ സ്ഥാനത്തിരുത്തണമെന്നേ. അവർക്ക് കൊടുക്കണം നിങ്ങൾ അധികാരം. അറിവും വെളിവും ഇല്ലാത്ത ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥാനമല്ല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്ഥാനം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ അദ്ദേഹം നിയമസഭയെ അഡ്രസ് ചെയ്യാതെ ഒളിച്ചു നടക്കുന്നതിൽ കാര്യമില്ല. അദ്ദേഹത്തിന് പകരം മൗത്ത് പീസ് ആയിട്ട് വരുന്ന മന്ത്രിക്ക് പോലും കൃത്യമായിട്ട് മറുപടി പറയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് അത് സാധിക്കാതെ വരുന്നത്? ശരി, ശ്രീ കെ ഷാജി, ഇതിൽ നിന്ന് ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്ന് പാർട്ടിക്കും സർക്കാരും എങ്ങനെയാണ് ഒരു പുറത്തേക്ക് വഴി? ഇതിനകത്ത് നമുക്ക് നോക്കാം എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയൊരു തിരിച്ചടി നേരിട്ടു. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ തോറ്റു. പാർട്ടിക്കെതിരായ ശക്തമായ ജനവികാരം ഉണ്ടായെന്ന് മനസ്സിലായി. അതിൽ ഈ ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അതിൽ പ്രതിഫലിച്ചത് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ശക്തമായ ജനരോഷമാണ് എന്നുള്ള വലിയ വിലയിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ പോലും വന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പാർട്ടി എന്തൊക്കെ നന്നാവാൻ പോകുന്നു, പാർട്ടി എന്തൊക്കെയോ തിരുത്താൻ പോകുന്നു, പാർട്ടി അതിൽ ഒരുപാട് തെറ്റുകൾ തിരുത്തി ഒരു പുതിയ ലെവലിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ള വലിയ നിലയിലുള്ള ഒരു പ്രചാരണം കേരളത്തിലുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഈ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ഭയചകിതരാക്കിയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ അവർ ഭയപ്പെട്ട അവസ്ഥയിൽ പാർട്ടി നന്നാവാൻ പോവുകയാണെങ്കിൽ പാർട്ടിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ തങ്ങൾക്കൊരു ആനുകൂല്യമോ കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ അവർ മറ്റു പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നതിലേക്ക്, അല്ലെങ്കിൽ തങ്ങളെ വാടകക്കൊലയായ തങ്ങളെ ആരാണ് അയച്ചതെന്നൊക്കെ വെളിപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഭയപ്പെടേണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഞങ്ങൾ എവിടെയും പോകുന്നില്ല, നിങ്ങളെ വിട്ടിട്ട് ഞങ്ങൾക്ക് ഒരു അജണ്ടയില്ല എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാരും ഈ സംവിധാനവും എല്ലാം ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരധികാരവുമില്ലാതെ നിയമപരമായി നിലനിൽക്കാത്ത ചില അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ മുന്നിലും സമൂഹത്തിൻ്റെ മുന്നിലും മാധ്യമങ്ങളുടെ മുന്നിലും ഒക്കെ സ്വന്തം പ്രതിച്ഛായ വീണ്ടും മോശമാകാൻ വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ ഈ പ്രതികൾക്കൊരു സന്ദേശം പാർട്ടി സർക്കാർ നൽകിയത് ഞങ്ങൾ കൂടെയുണ്ട്. ഈ ഞങ്ങൾ കൂടെയുണ്ടെന്ന് ഓരോ പ്രാവശ്യവും പാർട്ടി ഈ പ്രതികൾക്ക് ഉറപ്പ് കൊടുക്കുമ്പോൾ അതിലൂടെ തകരുന്നത് ഒരു ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള ഒരു ബദലിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ അക്രമരഹിതമായിട്ടുള്ള ഒരു ഇടതുപക്ഷ പുരോഗമന ബദലിനെ കുറിച്ചുള്ള ജനങ്ങളുടെ സ്വപ്നങ്ങളാണ്. അപ്പം ഇവിടെ പാർട്ടിയുടെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരുപാട് നാളുകളായി TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട അന്ന് മുതൽ ഈ ഒരു വിഷയം കേരളം ചർച്ച ചെയ്യുമ്പോഴെല്ലാം പാർട്ടി പ്രതിസ്ഥാനത്താണ്. പാർട്ടിക്ക് കൃത്യമായൊരു മറുപടി പറയാൻ പറ്റുന്നില്ല. പാർട്ടിയുടെ സൈബർ ഗുണ്ടകൾക്ക് പോലും TP ചന്ദ്രശേഖരൻ സ്വയം വെട്ടിക്കൊന്നു മരിച്ചു എന്നുള്ള ലെവലിലേക്ക് പറഞ്ഞെത്താൻ അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവരങ്ങനെ ശ്രമിച്ചില്ല എന്നല്ല, അങ്ങനെ ഒരുപാട് അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രതിയുടെ കല്യാണം വരെ നടത്തി കൊടുത്തത് ഇപ്പോൾ സ്പീക്കർ പദവിയിലിരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളാണ് കുഞ്ഞനന്ദൻ്റെ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടക്കുന്നു. അതിൽ വെച്ചിട്ട് പാർട്ടി നന്നാവാൻ പോകുന്നതിനെ കുറിച്ച് നേതാക്കന്മാർ സംസാരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു ക്രിമിനൽ കേസിൽ കോടതി ശിക്ഷിച്ച ഒരു നേതാവിൻ്റെ പേരിൽ ഈ നാട്ടിലെ റൂൾ ഓഫ് ലോയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി, ഈ നാട്ടിൽ ജനാധിപത്യത്തെയും ഭരണഘടനയും കുറിച്ച് ആണയിടുന്ന പാർട്ടി അനുസ്മരണ യോഗം നടത്തുകയും ആ പ്രതികൾക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്നും യാദൃശ്ചികമല്ല. ഇപ്പോൾ ഇവിടെ സർക്കാർ പറയുന്നതിന് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല, ഉദ്യോഗസ്ഥരുടെ പിഴവാണെന്ന് പറയുമ്പോൾ പോലും പോലീസുകാർ നിർബാധം ഈ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നലെ പോലും KK രമയുടെ പോയി മൊഴിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആരുടെയും ഇടപെടലില്ലാതെ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവില്ലാതെ, രാഷ്ട്രീയ നേതൃത്വത്തിന് സമ്മതമില്ലാതെ, രാഷ്ട്രീയ നേതൃത്വം പറയാതെ ഒരു ഉദ്യോഗസ്ഥനും ചെയ്യില്ല. അങ്ങനെ ചെയ്യാനുള്ള ധൈര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനും ഈ കേരളത്തിലില്ല എന്ന് വേണം തന്നെ അനുമാനിക്കാൻ. കാരണം കേരളത്തിൽ ഒരു സർക്കാരുണ്ട്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം അങ്ങേയറ്റം ശക്തനാണെന്നും അങ്ങേയറ്റം ബലവാനാണെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആശ്രിതരും അദ്ദേഹത്തോട് താല്പര്യമുള്ള ആളുകളും പാടിക്കൊണ്ട് കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇത്രയും വരെ ശക്തിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറിവോ അദ്ദേഹത്തിൻ്റെ സമ്മതമോ ഇല്ലാതെ ആരാണ് പോലീസിൽ ആർക്കാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ധൈര്യം ഉണ്ടാവുക? ഈ തരത്തിൽ കാര്യങ്ങൾ എത്തിച്ചത് ഒരവസ്ഥയുണ്ട്. ഇത് ഒരു ഊരാക്കുടുക്കിലേക്കാണ് തങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്വയം അപഹസിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു വലിയ പുരോഗമന പ്രസ്ഥാനം ഈ പ്രതികൾക്ക് വേണ്ടി അവരുടെ ഒപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിളിച്ചു പറയുമ്പോൾ അതിൽ ലജ്ജിക്കാനും സങ്കടപ്പെടാനും അല്ലാതെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് കഴിയില്ല. കാരണം ഇതൊരു വലിയൊരു നിഷ്ഠൂരമായൊരു കൊലപാതകം ചെയ്തു. ആ കൊലപാതകത്തിന് ഉപയോഗിച്ച ക്രിമിനലുകളെ കാലങ്ങളായി സംരക്ഷിച്ചും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയും അവരുടെ വിവാഹം നടത്തി കൊടുത്തും അവർക്ക് വീട് വെച്ചു കൊടുത്തും അവരുടെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തുകൊണ്ടും ജയിലിൽ പോലും നല്ല സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജയിലിൽ കടന്നുകൊണ്ട് ബദൽ കൊട്ടേഷൻ കൊടുക്കാനും മറ്റുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെടാനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് ജയിലിൽ ആരെയും എപ്പോഴും ഫോൺ വിളിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് അങ്ങനെ മറ്റൊരു ജയിൽ പുള്ളിക്ക് കിട്ടാത്ത ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ഈ സർക്കാർ അവരെ
സംരക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ശരി. അപ്പൊ ഇവിടെ അവർക്ക് ഭയമുണ്ടെങ്കിൽ അവർക്കല്ല ഭയം, ഈ പ്രതികൾക്കല്ല ഭയം, കൊലപാതകങ്ങൾക്കല്ല ഭയം, അവരെ സർക്കാരാണ്, ഭരണ സംവിധാനമാണ് ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഭയം നിലനിൽക്കുന്നിടത്തോളം കാലം പാർട്ടിക്ക് ഇത് നിന്ന് പുറത്തു വരാൻ എളുപ്പമല്ല. ശരി, ഡോക്ടർ ബി ജയരാജ്, എന്തുകൊണ്ടാണ് 12 വർഷത്തിന് ശേഷവും TP കൊലക്കേസ് മാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ വളരെ ലളിതമായ ഉത്തരവ് ഇതാണ്. ആ പ്രതികളോടൊപ്പമാണ് സർക്കാർ, ആ പ്രതികളോടൊപ്പമാണ് പാർട്ടി. അവരെ തള്ളിപ്പറയുകയോ അവർക്ക് വേണ്ടി വിടുവേല ചെയ്യുന്നത് അവസാനിപ്പിക്കുകയോ പാർട്ടിയോ സർക്കാർ ചെയ്തിട്ടില്ല. അവർക്ക് പരോളിന് പരോൾ, അവർക്ക് ശിക്ഷാ ഇളവിന് ഇടയ്ക്കിടെ, ഇതിപ്പോൾ ആദ്യമായിട്ടല്ല കേട്ടോ ശിക്ഷാ ഇളവിൻ്റെ പട്ടികയിൽ ഇവർ വരുന്നത്, ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ തള്ളിപ്പറഞ്ഞ് ഇനി ഇത്തരം പരിപാടികൾക്ക് ഞങ്ങളില്ല, തെറ്റുപറ്റിപ്പോയി എന്ന് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ അത് ചെയ്യില്ല. അത് ചെയ്യാത്തിടത്തോളം എന്ത് തിരുത്തിനെ കുറിച്ചാണ് പാർട്ടി പറയുന്നത്? ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ വളരെ സുപ്രധാനമായ ഒരു മന്ത്രിസഭാ തീരുമാനം ഉണ്ടായി. ഓർഗൻ ആൻഡ് ബ്രെയിൻ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് സ്ഥാപിക്കാൻ കുറിച്ച് എത്ര മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ മെറിറ്റ്, ഈ നാട്ടിൽ നടക്കുന്ന നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം, എന്നൊരു അക്ഷരം ഇവിടുത്തെ മാധ്യമങ്ങൾ പറയാറുണ്ടോ? പിന്നെ ഇത്തരത്തിലുള്ള ഫ്ലിംസി ഗ്രൗണ്ട്സ് ഉള്ള, അതായത് നോൺ ഇഷ്യൂസ് എടുത്തിട്ട് ബബിളുകൾ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചർച്ച ചെയ്യുക, ഇത് തീർന്ന് കെട്ടുപോവുക. അല്ല, രാജ്യത്തിനോ നാടിനോ പ്രയോജനപ്രദമായിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ നടപ്പിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക. പിന്നീട് ഒരു കാര്യം കൂടെ പറയാം, ജിൻഡോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടുന്നു, സംഘപരിവാര അജണ്ടയാണ്. ഇവിടെ താമര വിരിയാനായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത ആരാണ്? സുരേഷ് ഗോപി ആരാണ് ജയിപ്പിച്ചത്? ഈ 86,000 വോട്ടൊക്കെ എവിടെ കൊണ്ട് കൊടുത്തു? അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ കഥയല്ലേ അത് വെളിവാക്കുന്നത്? അത് വ്യക്തമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആരെല്ലാമായിട്ട് സഖ്യം ഉണ്ടായിരുന്നു, ഏതെല്ലാം ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ പ്രീണിപ്പിച്ച് നിർത്തിയിട്ടാണ് കോൺഗ്രസ്സിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിജയം ഉണ്ടായത്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം കണ്ടുകൊണ്ട് നമ്മൾ മറ്റൊന്നും പറയേണ്ടുന്ന കാര്യമില്ല. കാര്യം മുമ്പും ലോക്സഭയിലേക്ക് കോൺഗ്രസിനെയാണ് കൂടുതൽ തവണയും നമ്മൾ പഴയ കണക്കുകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമാണെന്നോ, അങ്ങനെയാണെങ്കിൽ കർണാടകയിൽ ഭരണവിരുദ്ധ വികാരമായിരുന്നു, ഹിമാചൽ പ്രദേശിൽ ഭരണവിരുദ്ധ വികാരമായിരുന്നു, അങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തിരിച്ചടി ഉണ്ടായപ്പോൾ അവിടെയെല്ലാം ഭരണവിരുദ്ധ വികാരമാണോ? അരവിന്ദ് കെജ്രിവാളിൻ്റെ അവിടെ ഭരണവിരുദ്ധ വികാരമാണോ ഉണ്ടായത്? അങ്ങനെയൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ നിഷ്ഠൂരത, പൈശാചികം, ഇതൊക്കെ AK ആന്റണിക്ക് ശേഷം കുറേ നാളിന് ശേഷം ഈ വാക്കുകളൊക്കെ ഞാൻ അടുപ്പിച്ച് കേൾക്കുന്നത്, ഈ വൊക്കാബുലറി പിന്നെയും കേൾക്കുന്നത് ശ്രീ ജിൻഡോ ജോണിയിൽ നിന്നാണ്. അതെനിക്ക് വീണ്ടും ആൻ്റണിയുടെ കാലത്തെ നിഷ്ഠൂരം, പൈശാചികം എന്നൊക്കെ പറയുന്ന ഒരു സാധനം എനിക്കത് വളരെ രസകരമായിട്ട് തോന്നി. ഐ വാസ് എൻജോയിങ് ആ ഒരു സാധനം പറയുന്നതിനകത്ത്. അത് കുറേ നാളായിട്ട് അത് കോൺഗ്രസ്സുകാരുടെ ഒരു പലവിയാണ്. കോൺഗ്രസ്സുകാരെല്ലാം വെള്ളരിപ്രാവുകളാണ്, അവരൊരു കൊലപാതകം നടത്താറില്ല, അവർ കൊട്ടേഷൻ സംഘങ്ങളെ യൂസ് ചെയ്യാറില്ല, സുധാകരനല്ല അവരുടെ പ്രസിഡന്റ്, വേറെ ആരോ ആണ്, വേറെ ഏതോ പുണ്യഗേഹമാണ് അതിൻ്റെ പ്രസിഡന്റ് എന്നൊക്കെ, പുണ്യദേഹമാണ് അതിൻ്റെ പ്രസിഡന്റ് എന്നൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. KSUവിൻ്റെ താണ്ട് ഇവിടെ ഒരു ക്യാമ്പിൽ നടന്ന് അടിച്ച് തല പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നെയ്യാർ ഡാമിൽ നടന്ന ക്യാമ്പ് അവസാനം എങ്ങനെയാണ് അവസാനിച്ചത്? ഇങ്ങനെ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം റോഡ് നീളെ കിടന്ന് അടി ഉണ്ടായിക്കൊണ്ടിരുന്നതായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊന്നും കൊലപാതകത്തിൽ കലാശിച്ചില്ലെന്നേ ഉള്ളൂ. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന ഒരു രീതിയൊക്കെ ഇലക്ഷന് ശേഷം ഉണ്ടായി. പിന്നെ വളരെ പാടുപെട്ടാണ് അതിന് വെടിനിർത്തൽ, വെളിയിൽ നിന്ന് ഒരു സെക്രട്ടറിയെ കൊണ്ടുവന്നു, താൽക്കാലികമായി വെച്ചു. അതൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാം. ഈ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളിൽ നിന്ന് അടിക്കുന്ന ആളുകളാണ് ഈ വർഗീയ കക്ഷികളുമായിട്ട് തലങ്ങും വിലങ്ങും അന്തർധാരകൾ ഉണ്ടാക്കുന്നതും കൂട്ടുകൂടുന്നതും ചങ്ങാത്തം കൂടുന്നതും ഒക്കെ എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിട്ടറിയാം. പിന്നെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എവിടെയൊക്കെ കൊണ്ടുവന്നു, ഇനി ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മക്കൾ പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ കൊണ്ട് നിർത്തട്ടെ എന്ന് പാലക്കാടും, പിന്നെ ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെ എല്ലാ സ്ഥലത്തും. അല്ലാതെ കോൺഗ്രസിന് എടുത്തു കാണിക്കാൻ ഒരു നേതാവ് പോലും ഇല്ലല്ലോ. മര്യാദയ്ക്കൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ, നോമിനേഷൻ സംവിധാനം അല്ലാതെ മര്യാദയ്ക്കൊരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും ശേഷിയില്ലാത്ത കോൺഗ്രസ്സാണ് തെറ്റുതിരുത്തലിനെ കുറിച്ച് CPM പഠിപ്പിക്കാൻ. നന്ദി ശ്രീ ന്യായമാണ് ഇതൊക്കെ. ജിൻഡോ, ശ്രീ K. ഷാജി ഇത്രയും സംസാരിച്ചത്.